ഈ കാണുന്നത് പഴയ മോഡൽ ഹോം തിയേറ്ററുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന MP3 പ്ലെയർ പാനലാണ്. അപ്പോൾ ഈ ഒരു MP3 പ്ലെയർ പാനൽ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചതാണ് 20 രൂപയ്ക്ക്. അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പലരും സംശയമായിട്ട് ചോദിക്കാറുണ്ട്, ഇതുപോലെ അഴുക്കൊക്കെ ഉള്ള സാധനങ്ങൾ എങ്ങനെയാണ് പുതിയതുപോലെ ആക്കിയെടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കിയെടുക്കുന്നത് ഈ കാണുന്ന ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ഒരു ഡ്രോപ്പ് ടെക് ക്ലീൻ ലിക്വിഡ് ഇത് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു MP3 പ്ലെയർ ഇത് ഫുള്ളായിട്ട് അടിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഈ കാണുന്ന പോലെയാണ്, ഫുള്ളായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടുമ്പം ഈ ഒരു അവസ്ഥയിലേക്കായിരിക്കും കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ മെയിൻ ബോർഡിൻ്റെ അവസ്ഥയൊക്കെ ഈ കാണുന്ന പോലെയാണ്. ഇത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ടാസ്ക്. ഇതിൽ ബ്ലൂടൂത്ത് ഒന്നുമില്ല, ഇത് 2010 അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാനൽ ക്ലീൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഈ ഒരു പാനിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. സ്പോഞ്ച് പോലെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ സൈഡിലേക്ക് നാക്കുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് എല്ലായിടത്തേക്ക് നാക്കിയാലും മതി. ഞാനിവിടെ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 30 സെക്കൻഡ് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് തുണി എന്തെങ്കിലും ഉപയോഗിച്ച് തുടച്ചെടുത്താൽ മതി. മൈക്രോഫൈബർ ക്ലോത്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ കറയും ഫംഗസൊക്കെ പിടിച്ച സാധനങ്ങൾ നമുക്ക് ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് ഇതുപോലെ നല്ല പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ലിക്വിഡ് ഉപയോഗിച്ചാണ് ഇതുപോലെ ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഡ്രോപ്പ് ടെക് എന്ന് പറഞ്ഞാൽ ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ഫൈനലായിട്ട് ഈ ഒരു പാനിൽ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ കാണുന്നത് പോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാനുള്ളതാണ്. അതുപോലെ ഇങ്ങനെയുള്ള PC ബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് WD-40 ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഞാനിവിടെ ചെയ്യുന്ന കുറച്ച് രീതികളൊക്കെ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇനി ഇതിലെ അഴുക്കും തുരുമ്പോലേക്കുള്ള എല്ലാം ബ്രഷ് ചെയ്ത് നന്നായിട്ട് ക്ലിയർ ആക്കി എടുക്കാനുള്ളതാണ്. അതുപോലെ ഞാനിവിടെ ഇങ്ങനെയുള്ള PC ബോർഡുകളൊക്കെ വെള്ളം ഉപയോഗിച്ച് കഴുകാറുമുണ്ട്. ആക്രിക്കടയിൽ നിന്നൊക്കെ ഞാൻ ഇതുള്ള പഴയ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം അഴിച്ച് സെപ്പറേറ്റ് ആക്കി കഴുകി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ കംപ്ലയിൻറ്റുകളെല്ലാം ചെക്ക് ചെയ്യാറുള്ളൂ, അതുപോലെ പരിഹരിക്കാറുള്ളൂ ഒക്കെ. അതുപോലെ ഇങ്ങനെയുള്ള PC ബോർഡുകളൊക്കെ ഞാനിവിടെ വെള്ളവും കാർ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കാറുമുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകുന്ന ബോർഡുകൾ ഒരിക്കലും ഇത് നന്നായിട്ട് ഡ്രൈ ആകാതെ ഇതിലേക്ക് പവർ സപ്ലൈ ഒന്നും കൊടുത്ത് ഓൺ ചെയ്യരുത്. അങ്ങനെ ഇവിടെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്തെടുത്ത ഈ ഒരു ബോർഡ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു MP3 പ്ലെയർ പാനൽ വർക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഞാനിന്നിവിടെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് കൂടി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു MP3 പ്ലെയർ പാനലും വേറെ കംപ്ലയിൻറ്റുകളൊന്നും നിലവിലില്ലായിരുന്നു. ഇത് തുരുമ്പൊക്കെ എടുത്ത് ആ രീതി കിടന്നിട്ട് പോലും ഇതിന് വേറെ കംപ്ലയിൻറ്റുകളൊന്നും വന്നിട്ടില്ല, ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇത് 2010 ഇറങ്ങിയ MP3 പ്ലെയർ പാനലാണ്. ഇനി അടുത്തായിട്ട് ഈ ഒരു പാനലൊന്ന് വർക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാൻ ഈ ഓഡിയോ പ്ലെയർ പാനലിൻ്റെ ഔട്ടിൽ ആംപ്ലിഫയർ ബോർഡും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈയും കണക്ട് ചെയ്തിട്ടുണ്ട്. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് അധികം നേരം പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നെ ആംപ്ലിഫയർ ബോർഡും ബാറ്ററിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് മേടിച്ച് ഈ ഒരു MP3 പ്ലെയർ പാനൽ നമ്മൾ ഫൈനലായിട്ട് ഈ കാണുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള പല ഉപകരണങ്ങളും നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാം. ഇത് ഉപയോഗിക്കേണ്ട രീതിയെല്ലാം ഇതിൽ തന്നെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് കുട്ടികളൊക്കെ എടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓണും ഓഫും ചെയ്യുന്ന സ്വിച്ച് പോലെയൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു ക്ലീൻ ലിക്വിഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഉപയോഗിച്ച് ഒട്ടുമിക്ക എല്ലാം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.